എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന, പ്രിൻസ്, ബസൂക്ക, ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം സീരീസുമായി ബന്ധപ്പെട്ടതാണ്. സ്ക്വിഡ് ഗെയിമിന്റെ ഫൈനൽ പാർട്ട് റിലീസിനെത്തുകയാണ്. മൂന്നാം ഭാഗം ജൂൺ മാസം 27-ന് നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലിംഗ് ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരുവിലിംഗ് ഗോപുരങ്ങൾ. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് മാരുവിലിംഗ് ഗോപുരത്തിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം സെക്കൻഡ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ശുഭം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സമാന്തര നിർമ്മിച്ച സിനിമയാണ് ശുഭം. ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ മാസം 13-നാണ് OTT റിലീസ്. എല്ലാ ഭാഷകളിലും അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. 2023-ലാണ് സിനിമ ഇറങ്ങിയത്. നല്ല അഭിപ്രായമാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ നേടിയെടുത്തത്. ഇപ്പോഴും OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം സെക്കൻഡ് വീക്കിലാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ശശികുമാർ നായകനായ പുതിയ സിനിമയായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി. ഈ സിനിമയുടെ ലീക്കഡ് പ്രിന്റ് നേരത്തെ വന്നതാണ്. ഇപ്പോഴത്തെ ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒഫീഷ്യലായിട്ട് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം വെർഷനും ഇന്ന് വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡിസംബറിലാണ് സിനിമ ഇറങ്ങിയത്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. തിയേറ്ററിൽ നിന്ന് സിനിമ പരാജയപ്പെട്ടു. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പുണ്യാള സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം സെക്കൻഡ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമ തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ കാണാത്തവർക്ക് ഫൂട്ടേജിന്റെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ജൂൺ മാസം 10-ന് മുന്നേ ഫൂട്ടേജ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണം നേടിയിട്ടും പെരുമാനിയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ജൂൺ മാസം 15-ന് മുന്നേ പെരുമാനി സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്കയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ ഇതുവരെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബസൂക്ക. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും ബസൂക്കയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബസൂക്ക. ഇപ്പോഴിതാ C5-ൽ ബസൂക്ക OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജൂൺ മാസം 14-നായിരിക്കും ബസൂക്ക സിനിമ C5-ൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ആലപ്പുഴ ജിംഖാന നേടിയെടുത്തത്. നസ്ലിനാണ് സിനിമയിലെ നായകൻ. ലുക്മാൻ, സന്ദീപ് അടക്കം ഒരുപാട് പേര് ജിംഖാനയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ബോക്സിങ്ങിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഖാലിദ് റഹ്മാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ജിംഖാന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സോണി ലീവാണ് ആലപ്പുഴ ജിംഖാനയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 5-ന് സോണി ലീവിലാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. 30 ദിവസത്തിന് മുകളിൽ സിനിമ തിയേറ്ററുകളിൽ ഓടിയിരിക്കുകയാണ്. ഇപ്പോഴും സിനിമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി സ്വന്തമാക്കിയത്. ധ്യാൻ, സിദ്ദിഖ്, ജോണി ആന്റണിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ് പ്രിൻസ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 12-നായിരിക്കും പ്രിൻസ് ആൻഡ് ഫാമിലി ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTയും നേരത്തെ വിറ്റുപോയതാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററുകളിൽ സിനിമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഗെറ്റ് സെറ്റ് ബേബി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആരാധകർ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ജൂൺ മാസം 10-ന് മുന്നേ ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസ് ആയിട്ട് മനോരമ മാക്സിൽ റിലീസാവുമെന്ന് റിപ്പോർട്ട്
റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.